ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ഒക്ടോബർ 12 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ചെസ് ഒളിമ്പിയാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം. ഇന്ത്യ ഇരു വിഭാഗങ്ങളിലും ഒന്നിച്ചു ജേതാക്കളാകുന്നത് ആദ്യമായാണ്. 186 രാജ്യങ്ങളാണ് ഓപ്പൺ വിഭാഗത്തിൽ മത്സരിച്ചത്. 11 റൗണ്ടിൽ 21 പോയിന്റ് ഇന്ത്യ നേടി. അവസാന റൗണ്ടിൽ സ്ലൊവേനിയയെ തോൽപ്പിച്ചു. 167 രാജ്യങ്ങൾ മത്സരിച്ച വനിതാ വിഭാഗത്തിൽ 19 പോയിന്റാണ് ഇന്ത്യ നേടിയത്. അവസാന റൗണ്ടിൽ അസർബൈജാനെയാണ് തോൽപ്പിച്ചത്. വ്യക്തിഗത ഇനത്തിൽ ഡി ഗുകേഷ്, അർജുൻ എറിഗാസി, ദിവ്യ ദേശ്മുഖ്, വന്തിക അഗർവാൾ എന്നിവർ സ്വർണം നേടി. വനിതാ ടീം അംഗങ്ങൾ താനിയ സച്ദേവ്, വന്തിക അഗർവാൾ, ആർ വൈശാലി, ദിവ്യ ദേശ്മുഖ്, ഡി ഹരിക. ഓപ്പൺ ടീം അംഗങ്ങൾ അർജുൻ എറിഗാസി, വിദിത് ഗുജറാത്തി, പി ഹരികൃഷ്ണ, ഡി ഗുകേഷ്, ആർ പ്രജ്ഞാനന്ദ. 2000 ലോക ചെസ് ചാമ്പ്യൻ പട്ടം ഇന്ത്യയിലേക്ക് എത്തിയെങ്കിലും ടീം ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായാണ് ഇന്ത്യ നേട്ടം കൊയ്യുന്നത്. 2025 ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി കിരൺ റാവു സംവിധാനം ചെയ്ത ലാപ്ത ലേഡീസ് തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച വിദേശ സിനിമയ്ക്കുള്ള വിഭാഗത്തിലാണ് മത്സരിക്കുക. 2025 മാർച്ച് 2 ഓസ്കാർ പ്രഖ്യാപനം. കാനിൽ ഗ്രാൻഡ് പ്രീ നേടിയ മലയാള ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, തെലുങ്ക് ചിത്രം കൽക്കി 2898 AD തുടങ്ങിയവയെ പിന്തള്ളിയാണ് ലാപ്ത ലേഡീസിന്റെ ഓസ്കാർ എൻട്രി. ശ്രീലങ്കയിൽ ഇടതു നേതാവ് അനുരകുമാര ദിസനായകെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജനത വിമുക്തി പെരുമുന്നയുടെ നേതാവായ അനുര ദിസനായകെ നാഷണൽ പീപ്പിൾസ് പവർ മുന്നണിയുടെ പ്രതിനിധിയായാണ് മത്സരിച്ചത്. രാജ്യത്താദ്യമായി നടന്ന രണ്ടാംഘട്ട വോട്ടെണ്ണലിലൂടെ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേംദാസയെ പിന്തള്ളിയായിരുന്നു വിജയമുറപ്പിച്ചത്. ആദ്യ റൗണ്ട് വോട്ടെണ്ണലിൽ ദിസനായകയ്ക്ക് 42.3% വോട്ടും പ്രേംദാസയ്ക്ക് 32.8 വോട്ടുമാണ് നേടാനായത്. ആർക്കും 50% വോട്ട് ലഭിക്കാതെ വന്നതോടെയാണ് രണ്ടാം റൗണ്ട് വോട്ടെണ്ണൽ നടത്തിയത്. ശ്രീലങ്കയിലെ അനുരാധപുരയിലെ തമ്പുട്ടെഗമ ഗ്രാമത്തിൽ തൊഴിലാളികളുടെ മകനായാണ് അനുര ദിസനായകെ ജനിച്ചത്. 2000 MP ആയി. 2002 ചന്ദ്രിക കുമാരതുംഗയുടെ കൂട്ടുകക്ഷി സർക്കാരിൽ കൃഷിമന്ത്രിയായിരുന്നു. ശ്രീലങ്കയുടെ മൂന്നാമത് വനിതാ പ്രധാനമന്ത്രിയായി നാഷണൽ പീപ്പിൾസ് പവറിന്റെ ഹരിണി അമരസൂര്യ ചുമതലയേറ്റു. നീതിന്യായം, വിദ്യാഭ്യാസം, തൊഴിൽ, വ്യവസായം, ശാസ്ത്രം, സാങ്കേതികം, ആരോഗ്യം, നിക്ഷേപം എന്നീ വകുപ്പുകളുടെ ചുമതല ഇവർക്കാണ്. സിരിമാവോ ബന്ദാരനായികെ, ചന്ദ്രിക കുമാരതുംഗെ എന്നിവരാണ് ഹരിണിക്ക് മുൻപുള്ള വനിതാ പ്രധാനമന്ത്രിമാർ. NPPയുടെ മറ്റ് മന്ത്രിമാരായി വിജിത ഹെറാത്ത്, ലക്ഷ്മൺ നിപുണ രജി എന്നിവരും ചുമതലയേറ്റു. കരുണാനിധിയുടെ ഓർമ്മയ്ക്കായി തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ കലൈനർ പുരസ്കാരം ഗായിക P. സുശീല, കവി മുഹമ്മദ് മേത്ത എന്നിവർക്ക് ലഭിച്ചു. കലാസാഹിത്യ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. കുട്ടികൾ ഉൾപ്പെട്ട അശ്ലീലം കാണുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും പോക്സോ നിയമപ്രകാരവും IT നിയമപ്രകാരവും കുറ്റകരമെന്ന് സുപ്രീം കോടതി വിധി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായുള്ള ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. കൈമാറാൻ ഉദ്ദേശമില്ലാതെ കാണുന്നതോ ഡൗൺലോഡ് ചെയ്യുന്നതോ കുറ്റമാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വിധി റദ്ദാക്കിയാണ് ഉത്തരവ്. കുട്ടികളുടെ അശ്ലീലം എന്നതിനു പകരം കുട്ടികളെ ലൈംഗികമായ ദുരുപയോഗവും ചൂഷണവും ചെയ്യുന്നവ എന്നാക്കി മാറ്റാൻ
നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് പാർലമെന്റ് ഗൗരവപരമായി പരിഗണിക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചു. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 12 വർഷത്തോളം LDF കൺവീനർ ആയിരുന്നു. 1980-ൽ ഇടുക്കിയിൽ നിന്ന് TS ജോണിനെ പരാജയപ്പെടുത്തി പാർലമെന്റിലേക്ക് ജയിച്ചു. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി, കേന്ദ്ര കമ്മിറ്റി അംഗം, CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സായുധ വിപ്ലവത്തിനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഹ്വാനത്തെ തുടർന്ന് നടന്ന ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ മുഖ്യപ്രതിയായിരുന്നു. സിനിമാ സംവിധായികയും എഴുത്തുകാരിയുമായ മധുര പണ്ഡിറ്റ് അന്തരിച്ചു. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ജസ്രാജിന്റെ ഭാര്യയും ചലച്ചിത്രകാരൻ വി ശാന്താറാമിന്റെ മകളുമാണ്. 2010-ൽ തുജ ആശീർവാദ് എന്ന സിനിമ സംവിധാനം ചെയ്തതിലൂടെ ഏറ്റവും പ്രായം കൂടിയ നവാഗത ഫീച്ചർ ഫിലിം സംവിധായികയായി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. ഭർത്താവ് പണ്ഡിറ്റ് ജസ്രാജിന്റെ ജീവചരിത്രം പറയുന്ന സംഗീത് മാർത്താണ്ഡ് ജസ്രാജ് എന്ന ഹ്രസ്വചിത്രം സംവിധാനം ചെയ്തു. അച്ഛന്റെ ജീവചരിത്രം പറയുന്ന വി ശാന്താറാം മാൻ ഹൂ ചേഞ്ച്ഡ് ഇന്ത്യൻ സിനിമ എന്ന പുസ്തകം രചിച്ചു. ഉദുമ മുൻ MLAയും KPCC മുൻ ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണൻ അന്തരിച്ചു. 1987-ൽ 8ാം നിയമസഭയിലേക്കാണ് ഉദുമ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. 1991-ൽ ഇതേ മണ്ഡലത്തിൽ വീണ്ടും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 10 വർഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാസർകോട് DCC പ്രസിഡന്റുമായിരുന്നു. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്: ഉത്തരം നിതിൻ മധുക്കർ ജാംദാർ. കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടത്: ഉത്തരം ഡോക്ടർ വി വേണു. ഇന്ത്യയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഓൺലൈൻ പോർട്ടൽ: ഉത്തരം ഉദ്യം. ന്യൂസിലൻഡിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ ഇനം ഗോസ്റ്റ് ഷാർക്ക്: ഉത്തരം ഹാരിയോട്ട ഏവിയ. ഏകീകൃത ആംബുലൻസ് നിരക്കുകൾ നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം: ഉത്തരം കേരളം. എഡ്യൂക്കേഷൻ വേൾഡ് മാസികയുടെ എഡ്യൂക്കേഷൻ വേൾഡ് ഇന്ത്യ സ്കൂൾ റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 2ാമത്തെ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ വിദ്യാലയം: ഉത്തരം കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് HSS. 9ാം വനിതാ ലോകകപ്പ് 2020 ക്രിക്കറ്റിന്റെ വേദി: ഉത്തരം ദുബായ്. ഇതോടെ 2024 ഒക്ടോബർ 12 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറന്റ് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.